ഒടുവിൽ ആ വലിയ വാർത്ത എത്തിയിരിക്കുന്നു. യൂട്യൂബർമാർക്ക് നമ്മുടെ നാട്ടിൽ നിയന്ത്രണം ഉണ്ടാകണം എന്ന് സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്തുടനീളമുള്ള യൂട്യൂബർമാർക്കും ഇൻഫ്ലുവൻസർമാർക്കും ഒരു വലിയ വാർത്തയാണിത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ഉള്ളടക്കങ്ങളും നിയന്ത്രിക്കുന്നതിനായി തയ്യാറാക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളുടെ രേഖ സമർപ്പിക്കാൻ സുപ്രീം കോടതി തിങ്കളാഴ്ച കേന്ദ്ര സർക്കാരിനോട് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതോടൊപ്പം ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാവൂ എന്നും കോടതി വ്യക്തമാക്കി. ഇപ്പോൾ ഈ വിഷയത്തിൽ അടുത്തതും പ്രധാനവുമായ വാദം കേൾക്കൽ നവംബറിലാണ് എന്നും അറിയാൻ സാധിക്കുന്നു. സുപ്രീം കോടതി എന്താണ് കേന്ദ്രത്തോട് പറഞ്ഞത്? സോഷ്യൽ മീഡിയയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗത്തിൽ സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. സ്വാധീന ശക്തിയുള്ളവർ ഈ സ്വാതന്ത്ര്യത്തെ വാണിജ്യവൽക്കരിക്കുന്നുണ്ടെന്നും ഇത് ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുണ്ടെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത്, ജോയ് മല്യ ബാഗ്ചി എന്നിവരടക്കമുള്ള ബെഞ്ച് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു. പോഡ്കാസ്റ്റുകളും ഈ നിയമങ്ങൾക്ക് വിധേയമാകേണ്ടതാണ് എന്നാണ് കോടതി പറയുന്നത്. പോഡ്കാസ്റ്റുകൾ പോലുള്ള ഓൺലൈൻ ഷോകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിന് ദേശീയ പ്രേക്ഷകരുമായും ഡിജിറ്റൽ അസോസിയേഷനുകളുമായും സഹകരിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കേസിൽ ഡിജിറ്റൽ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് അഭിഭാഷക നിഷ ഭംഭാനി ഹാജരായി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കും മാന്യമായ ജീവിതത്തിനുള്ള അവകാശത്തിനുമിടയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതായിരിക്കണം ഈ മാർഗ്ഗനിർദ്ദേശങ്ങളുടെ ലക്ഷ്യമെന്നും കോടതി പറയുന്നുണ്ട്. എന്തായാലും വികലാംഗരെക്കുറിച്ച് വിവേകശൂന്യമായ തമാശകൾ പറഞ്ഞതിന് ഹാസ്യ നടൻ സമയ് റെയ്നയ്ക്കെതിരായ കേസ് കോടതി പരിഗണിക്കുന്നതിനിടെയാണ് ഈ പരാമർശം വന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗമാണെന്ന് കോടതി വിശേഷിപ്പിച്ചു. ചിരി ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്, പക്ഷേ സംവേദനക്ഷമതയെ ലാഘവത്തോടെ ചവിട്ടിമെതിക്കരുത്. വൈവിധ്യമാർന്ന സമൂഹമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ജസ്റ്റിസ് സൂര്യകാന്ത് ഇങ്ങനെയാണ് പറഞ്ഞത്. വികലാംഗരെക്കുറിച്ച് തമാശകൾ പറയുന്നത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന എന്ന ഭരണഘടനാ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുന്നു എന്നും അദ്ദേഹം കൃത്യമായി പറഞ്ഞു. മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് വ്യക്തമായ പ്രത്യാഘാതങ്ങളും ഉണ്ടായിരിക്കണമെന്ന് കേന്ദ്രത്തിന് കൃത്യമായി ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.